ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അൽനോയം മസ്ക് റിജാലി എന്ന ഡിയോഡ്രൻ്റാണ്. മസ്ക് റിജാലി നമ്മൾ പെർഫ്യൂം ഓയിലായിട്ട് ഇതായപ്പോൾ ഡിയോഡ്രൻ്റ് ആയിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട്. സോ ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു കളർ കോമ്പിനേഷൻ, അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചതാണ്. ഇനിയിപ്പോൾ മസ്ക് റിജാലിൻ്റെ ഫ്രാഗ്രൻസ് ആണെങ്കിൽ അത് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ആ ഫ്രാഗ്രൻസ് ആണെങ്കിൽ പിന്നെ നമുക്കിത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് പോവാം എന്നൊക്കെ കരുതിയാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇത് നോൺ ആൽക്കഹോളിക് ആണ്, ഗ്യാസ് ഉള്ളതാണ്. ഫ്രാഗ്രൻസ് ഇതും ഒറിജിനൽ മസ്ക് റിജാലിയും തമ്മിൽ നമുക്കൊരു 10% പോലും സിമിലാരിറ്റീസ് പറയാൻ പറ്റുന്നില്ല. വളരെ വിദൂരമായിട്ടുള്ള ഒരു ചെറിയ രീതിയിൽ എവിടേക്കോ ഒരു മസ്ക് റിജാലിൻ്റെ ഒരു ടച്ച് ഇതിനുള്ളിലുണ്ട്, അത്രേ ഉള്ളൂ. ഇത് ബാക്കി മൊത്തത്തിൽ ഇതിനൊരു പൗഡറി സ്മെല്ലാണ് വരുന്നത്. മസ്ക് റിജാലി പറയുമ്പോൾ ഒരു ആംബർ പൗഡറാണ്. ഇവിടെ ആ ആംബർ നോട്ട്സ് തീരെ വിസിബിൾ അല്ല, വളരെ മൈൽഡായിട്ടേ ഉള്ളൂ. പിന്നെ ഇത് പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു മാക്സിമം ഒരു 1.5 to 2 hours വരെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുള്ളൂ. അതിൽ തന്നെ പ്രൊജക്ഷനൊന്നും ഇല്ല. പ്രൊജക്ഷനൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 15 മിനിറ്റ് ഒക്കെ പ്രൊജക്ഷനുള്ളൂ. അത് നമ്മൾ ഓവർ അപ്ലൈ ചെയ്താൽ ഒരു 2 hours വരെ നിൽക്കും. അല്ലെങ്കിൽ ഇതൊരു 45 minutes to 1 hour കൊണ്ട് ഇതാണ് മൊത്തത്തിൽ ഡിസപ്പിയർ ആവുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസും പെർഫോമൻസൊക്കെ. സോ നിങ്ങൾക്ക് ഈ ഒരു ഫ്രാഗ്രൻസ് മസ്ക് റിജാലിൻ്റെ ഫ്രാഗ്രൻസ് നോക്കിയിട്ട് അതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത് എന്താ പറയുക, നിങ്ങൾ ഒരു ഔട്ട് ഓഫ് റീച്ച് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളും. പക്ഷേ ഇതിന് എവിടേക്കോ വേറൊരു വൈബ് വരുന്നുണ്ട്. മസ്ക് റിജാലിൻ്റെ അത്രയും ബ്യൂട്ടിഫുൾ അല്ലെങ്കിലും ഏതാണ്ട് ഒരു എവിടേക്കോ ചില ഒരു മസ്ക് റിജാലി പോലത്തെ ഒരു വൈബ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അത് അത്യാവശ്യം ഒരു നല്ലൊരു വൈബാണ് അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഇത് തീരെ നിൽക്കാത്തത് കൊണ്ട് നമുക്കത് എന്താ പറയുക, അങ്ങനെ എൻജോയ് ചെയ്യാനും പറ്റില്ല. ഒരു തുച്ഛമായ സമയം അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഉള്ളൂ. അതായത് എനിക്കത് പറയാൻ പറ്റുക, മസ്ക് റിജാലിയിൽ കുറച്ച് വെള്ളം ചേർത്താൽ വരുന്ന ഒരു വെള്ളം ചേർന്ന മസ്ക് റിജാലിക്കുള്ള ഒരു സ്മെല്ല്, അങ്ങനത്തെ ഒരു പച്ചവെള്ളത്തിൻ്റെ സ്മെല്ലും ഇതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ആ ഒരു മസ്ക് റിജാലിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൗഡറി സ്മെല്ല് വരുന്നുണ്ട്. അതാണ് ഈ ഒരു പെർഫ്യൂം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 220 rupees ആണ്. താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കിക്കോളും. ഞാൻ എല്ലാവരോടും എടുത്തോളൂ എന്ന് പറയണില്ല. തിരക്കടില്ലാത്ത ഒരു ചെറിയൊരു പൗഡറി, എവിടേക്കോ ചില ഒരു അരോമാറ്റിക് ടച്ചും വരുന്നുണ്ട്. പിന്നെ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ സ്മെല്ലും, അങ്ങനെയാണ് ഇതെടുത്തത്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.